ഫെബ്രുവരി 1, 2024 ഷിഫ്റ്റ് 1-ലെ മൂന്നാമത്തെ ചോദ്യം ഇലക്ട്രോണിക്സിൽ നിന്നായിരുന്നു. പതിവ് പോലെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗം തന്നെയാണ് സെനർ ഡയോഡ്. നമ്മൾ ചെയ്തു പഠിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണത്. സെനർ ഡയോഡിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. സോ എന്താണ് ഇവിടെ സെനർ ഡയോഡിൽ നിന്ന് ചോദിച്ച ചോദ്യത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സോ ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഇഫ് ദ പവർ റേറ്റിംഗ് ഓഫ് സെനർ ഡയോഡ് ഈസ് 10 മില്ലി വാട്ട്. അപ്പൊ സെനർ ഡയോഡിന്റെ പവർ റേറ്റിംഗ് 10 മില്ലി വോൾട്ട് തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് സീരീസ് റെസിസ്റ്റൻസ് ടു റെഗുലേറ്റ് ദ ഇൻപുട്ട് അൺറെഗുലേറ്റഡ് സപ്ലൈ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ സാധാരണ കറണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെനർ ഡയോഡിന്റെ വോൾട്ടേജ് 5 വോൾട്ട് ആണ്. നമുക്കറിയാം ഇവിടുന്ന് വരുന്ന മെയിൻ കറണ്ട് ഇങ്ങോട്ട് സെനർ കറണ്ട് ആയിട്ടും പോരും, പിന്നെ ഇങ്ങോട്ട് ലോഡ് കറണ്ട് ആയിട്ടും രണ്ടായിട്ട് ഷിഫ്റ്റ് ചെയ്താണ് പോവുക. ഈ ഒരു ഐഡിയയിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. കാരണം ഇവിടത്തെ കറണ്ടിന്റെ വാല്യൂ, പവറിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, അത് ക്വസ്റ്റ്യനിൽ 10 മില്ലി വാട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെനർ കറണ്ട് കണ്ടുപിടിച്ചൂടെ? സെനർ കറണ്ട് പിടിക്കാൻ നമുക്കറിയാം പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പം കറണ്ട് എന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്നാണ്. പവർ എന്ന് പറഞ്ഞാൽ 10 മില്ലി വോൾട്ട് ആണ്. 10 മില്ലി വാട്ട് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 10 5 2 മില്ലി ആംബിയർ ആണ് സെനറിൽ കൂടെ ഒഴുകുന്ന കറണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ I2 മില്ലി ആംബിയർ ആണ്. സെനറിൽ കൂടെ മാക്സിമം ഒഴുകാവുന്ന കറണ്ട് ആണ്. നിങ്ങൾക്ക് ഇവിടെ മാക്സിമം കറണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ കൂടുന്ന മാക്സിമം ഒഴുകാവുന്ന കറണ്ട് 2 മില്ലി ആംബിയർ ആണ്. ഇനി നമുക്ക് ലോഡിൽ കൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. കാരണം ലോഡിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന് ഇത് 5 വോൾട്ട് ആണെങ്കിൽ പാരലൽ ആയതുകൊണ്ട് ലോഡിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും 5 വോൾട്ട് ആയിരിക്കും. അതാണല്ലോ സെനറിന്റെ പ്രിൻസിപ്പിൾ. നമ്മൾ സാധാരണ റെഗുലേറ്റഡ് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടി സെനറിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോഡ് കൊടുക്കുക. അപ്പൊ ലോഡിന് എന്താണോ വോൾട്ടേജ് വരിക അത് തന്നെയാണ് ഇവിടെയും വരിക, സെനറിന്റെ സ്ഥലത്തേക്കും വരിക. സോ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ IL ഈക്വൽ ടു, എനിക്ക് ഇവിടെ ലോഡിന്റെ അക്രോസ് എഴുതാൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്നാണ്. വോൾട്ടേജ് 5/1 കിലോ ഓം ആണ്. 5/1 5 തന്നെയാണ്. കിലോ മുകളിലേക്ക് പോകുമ്പോൾ 5 മില്ലി ആംപിയർ എന്ന് വരും. അപ്പം അതായത് ഈ മൊത്തം കറണ്ട് എന്ന് പറയുന്നത് 5ന്റെയും 2ന്റെയും സമ്മല്ലേ. ഈ ടോട്ടൽ I എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് ആയി പോയത് കൊണ്ട് തന്നെ 7 മില്ലി ആംപിയർ ആണ് ശരിക്കും അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൊത്തം വോൾട്ടേജിന്റെ 5 വോൾട്ടേജ് സെനർ യൂസ് ചെയ്യും. ബാക്കി ആ സീരീസ് റെസിസ്റ്ററിന്റെ അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാവുള്ളൂ? 3 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് എഴുതാം. വോൾട്ടേജ് V is equal to 3 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3/7 മില്ലി ആംബിയർ എന്നാണ്. 7 മില്ലി മുകളിലേക്ക് പോകുമ്പോൾ കിലോ. അപ്പൊ 3/7 കിലോ ഓം എന്നാണ് വരിക. മാക്സിമം അതിന്റെ അവിടുത്തെ റെസിസ്റ്റൻസ് 3/7 കിലോ ഓം ആണ്. ഇനി ഇങ്ങനെ വിചാരിച്ചോ, അതായത് സെനറിൽ കൂടെ കറണ്ട് ഒന്നും പോകുന്നില്ല. ഇവിടെ സെനറിൽ കൂടെ മാക്സിമം കറണ്ട് പോകുന്നുണ്ടല്ലോ. സെനറിൽ കൂടെ കറണ്ട് ഒന്നും തന്നെ പോകുന്നില്ല എന്നിരിക്കും. ദാറ്റ് ഈസ് ഇത് 0 ആണെന്ന് വിചാരിക്കുക. ലോഡിൽ കൂടെ ഉള്ള കറണ്ട് 5 മില്ലി ആംപിയർ ആണ്. അപ്പം നമ്മുടെ മെയിൻ കറണ്ടും എത്ര തന്നെയാണ്? 5 മില്ലി ആംപിയർ ആണ്. മെയിൻ കറണ്ടും എത്ര തന്നെയാണ്? 5 മില്ലി ആംപിയർ. അവിടുത്തെ വോൾട്ടേജ് 3 വോൾട്ട് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും V/I എന്ന് പറയുമ്പോൾ 3/5 കിലോ ഓം എന്ന് കിട്ടും. അപ്പൊ മാക്സിമം റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, സെനറിൽ കൂടെ പോകാത്തപ്പോൾ മിനിമം റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ ഓപ്ഷനുമായി ബന്ധമില്ലാത്തൊരു വാല്യൂ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ഓപ്ഷൻസുമായി ഒന്നും ബന്ധമില്ലാത്ത ഒരു വാല്യൂ ആണ് ശരിക്കും. ഈ 2 വാല്യൂസിന്റെ ഇടയിലുള്ള ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആണ് ശരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉത്തരം കിട്ടുക. സോ ദിസ് ഇസ് ആക്ച്വലി എ ബോണസ് ക്വസ്റ്റ്യൻ ആൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇസ് ബിറ്റ്വീൻ 3/5 ആൻഡ് 3/7 ആൻഡ് 3/5 എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കറണ്ട് ഇല്ലെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. അപ്പൊ ഇതാണ് അവിടുത്തെ മാക്സിമം റെസിസ്റ്റൻസും മിനിമം റെസിസ്റ്റൻസ് കണ്ടീഷന്റെ കേസുകൾ നമ്മൾ പറഞ്ഞിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. സോ ദർ ഇസ് നോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. താങ്ക് യു.